ലൈഫ് ഇതെങ്ങോട്ടാണ് പോകുന്നത് അറിഞ്ഞൂടാത്തൊരു നാട്, അറിഞ്ഞൂടാത്ത കുറേ ഭാഷയിലെ തെറി, കുറേ സ്ട്രെസ്സ്, നാട്ടിൽ പോകണം, നല്ല ഭക്ഷണം കഴിക്കണം, നാട്ടുകാരെയൊക്കെ ഒന്ന് കാണണം, എങ്കിൽ പിന്നെ ഒറ്റ മൈൻഡ് നാട്ടിൽ പോയേക്കാം, അത്രേ ഉള്ളൂ. സോ ഞാൻ പിറ്റേന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോകുമെന്ന് വിചാരിച്ചു. ഈ ഒരു വെക്കേഷൻ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. ഓരോ തവണ പ്ലാൻ ചെയ്യുമ്പോൾ ഓരോ പ്രശ്നങ്ങളും. ആദ്യം പ്ലാൻ ചെയ്ത സമയത്ത് നാട്ടിലിവിടെ യുദ്ധമായിരുന്നു. ആ സമയത്ത് വന്നാൽ പെട്ടുപോകുമെന്ന് പേടിച്ചപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നീട് എക്സ്റ്റൻഷൻ കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ കൊറോണ റിപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞൊരു എക്സ്റ്റൻഷൻ കഴിഞ്ഞപ്പോഴേക്കും ചെറിയ എക്സ്റ്റൻഷനാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ വെള്ളപ്പൊക്കം വന്നു. ഇപ്പം ഞാൻ ലാസ്റ്റ് വിചാരിച്ചൊരു വലിയ കാര്യം എൻ്റെ ലൈഫിൽ നടക്കാനുണ്ട്. ഞാനിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, എൻ്റെ വീട്ടുകാരും നാട്ടുകാരും കൂടെ എന്നെ തല്ലിക്കൊല്ലും. സോ എനിക്ക് ഇന്നെ ചീത്ത കേട്ട് മടുത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ നാളെ തന്നെ വരുന്നതായിരിക്കും. ഹോസ്പിറ്റലിൽ പോയി സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓൾറെഡി നിനക്ക് വെക്കേഷൻ ഉണ്ട്, നിനക്ക് എടുത്തോ, ഇനി എക്സ്റ്റൻഷൻ തരാൻ പറ്റത്തില്ല, എങ്കിൽ പിന്നെ നാട്ടിൽ പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നേരെ ന്യൂറംബർഗിൽ നിന്ന് പിറ്റേന്ന് തന്നെ ട്രെയിൻ പിടിച്ച് ഞാൻ ഫ്രാങ്ക്ഫർട്ട് വന്നു. ചെക്കിങ്, ബോർഡർ സെക്യൂരിറ്റി കൺട്രോളും അതും ഇതും എല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ ഫ്ലൈറ്റ് ബോർഡിങ് ചെയ്യുകയാണ്. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്ലൈറ്റായിരുന്നു. ആദ്യം ഞാൻ ഫ്ലൈ ചെയ്യുന്നത് അബുദാബിയിലോട്ടാണ്. അബുദാബിയിൽ നിന്നാണ് ഞാൻ നാട്ടിലോട്ട് പോകുന്നത്. സോ എത്തിഹാദിലാണ് ഫ്ലൈ ചെയ്യുന്നത്. ഇറ്റ് വാസ് എ ലോങ് ജേർണി. പക്ഷേ 2 സിനിമ കണ്ടപ്പോഴേക്കും തീർന്നു. ഞാൻ കിഷ്കിന്ധാപുരം കണ്ടിട്ടില്ല, അതുകൊണ്ട് അത് കാണാനൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. സോ നമ്മൾ അബുദാബി ലാൻഡ് ചെയ്തു. 1 മണിക്കൂർ ട്രാൻസിറ്റ് കൊണ്ട് ഓടി